നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൂണുകളുണ്ടല്ലോ, വീടിന്റെ മുമ്പിലൊക്കെ ഭംഗിക്ക് വയ്ക്കുന്ന തൂണുകൾ. ഈ തൂണിന്റെ ടെക്സ്ചർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ വീടിന്റെ മുമ്പിൽ 4 തൂണുകൾ വരുന്നുണ്ട്. അതായത് ഈ ഓടൊക്കെ വിരിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ഞാനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള 4 തൂണുകളാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ തൂണിൻ്റെ ടെക്സ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ തൂണിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തത് ഗ്രേ ഷെയ്ഡാണ്. പക്ഷേ അവർ ചെയ്തു വന്നപ്പോൾ സിൽവറിൽ ബ്ലാക്ക് ആയിട്ട് വന്നു. അതുകൊണ്ട് കളർ നമുക്ക് അത് ഇഷ്ടമായില്ല. അതുകൂടാണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫിനിഷിംഗ് അല്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്ക് മാറ്റി ടൈൽ വർക്കിലേക്ക് മാറാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ വാങ്ങി. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടെക്സ്ചറിൻ്റെ വർക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, അത് റിമൂവ് ചെയ്ത ശേഷം വീണ്ടും ചെയ്താലേ പറ്റൂ. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജിപ്സം ബോർഡ് തന്നെയാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷം നേരെ ജിപ്സത്തിൽ വേണം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് കിടക്കുകയാണ്. നേരെ നമ്മൾ നന്നായിട്ട് വർക്ക് അറിയാവുന്നവരും നമുക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും കൂടി വർക്ക് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അവർ ആ ഒരു ചെയ്യുന്ന വർക്കിൻ്റെ ഡ്യൂറേഷൻ കൂടി നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് ഇവർ തന്നെ സജസ്റ്റ് ചെയ്യാണ് ചെയ്തത് ഈ തൂണിലുള്ള ഫുൾ ടെക്സ്ചർ പെയിൻറ്റ് റിമൂവ് ചെയ്ത് നേരിട്ട് ജിപ്സത്തിൽ തന്നെ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ ഈ ടെക്സ്ചർ പെയിൻറ്റിൻ്റെ പുറത്ത് ഗ്ലൂ അതിൽ തേച്ച് ടൈൽ ഒട്ടിച്ചങ്ങ് പോകും. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇളകി താഴെ കിടക്കും. കാരണം ഈ ടെക്സ്ചർ പെയിൻറ്റിൻ്റെ പുറത്ത് ഒരിക്കലും ഗ്ലൂ അധികം നാളത്തേക്ക് പിടിക്കില്ല. ഇപ്പോൾ പിടിക്കും, 1-2 വർഷം കഴിയുമ്പോൾ അത് ഇളകി താഴെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ ആദ്യത്തെ തൂണിൻ്റെ ടെക്സ്ചർ വർക്കൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതേ ഇപ്പോൾ രണ്ടാമത്തെ തൂണിൻ്റെ ഏകദേശം കഴിയാറായി. ഇവിടെ ആണെങ്കിൽ ജോബിയൊക്കെ നമ്മളിവിടെ ടൈലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണു. ഇവിടെ ടൈലിൻ്റെ 45 ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കേസ് നമ്മൾ ഇതേ പില്ലർ ഒട്ടിച്ചാണ്, 45 അടിച്ച് നമ്മൾ പില്ലർ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്കത് വളരെ മനോഹരമാക്കാം. ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്സ്ചർ വർക്കൊക്കെ മാറ്റിയിട്ട് നല്ല ടൈൽ വർക്ക് ആയിട്ടുണ്ട്. നല്ല ക്ലാഡിങ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വർക്ക് നല്ല ഫിനിഷിങ്ങോട് തന്നെ നമ്മുടെ ജോബി അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ജോബി ആൻഡ് ടീം. അപ്പോൾ ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് തൃശ്ശൂർ അല്ല അങ്കമാലി ചാലക്കുടി ഏരിയയിലുള്ളവർക്കൊക്കെ അവർ വന്ന് ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബീഡിങ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അതിൻ്റെ വർക്ക് കൂടി താമസിക്കേണ്ടത് തീർക്കുന്നതാണ്. ഇതിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വർക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. കാണല്ലോ അല്ലേ, താഴത്തൊരു ഗ്രാനൈറ്റിൻ്റെ ഒരു ചെറിയ സ്കർട്ടിങ് കൊടുത്ത്, കാരണം വെള്ളം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും എൻ്റെ ഉള്ളിലുള്ള ജിപ്സത്തിനെ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെ ടൈലിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജോബിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. നമ്മൾ നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ദിസ് ഇസ് റേക്കൻ മാത്യു സൈനിങ് ഓഫ് മാസ് സലാം.